ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ആത്മാർത്ഥതയോടു കൂടിയാണോ നിങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതോ നിങ്ങളെ അവർ പറ്റിക്കുകയായിരുന്നോ? ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ പറ്റിക്കുകയായിരുന്നോ എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കുന്നവർ കൂടി ഇത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്, എത്ര ആഴത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന അതേ ഒരു ആഴത്തിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, ഒരു ആത്മാർത്ഥമായിട്ട് തന്നെയാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് പേജ് ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. ഓക്കെ, പേജ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് കപ്സ്, 7 ഓഫ് വാൻസ്, 9 ഓഫ് വാൻസ്, ഏസ് ഓഫ് വാൻസ്. ഫയർ എനർജിയാണ് നമുക്ക് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കപ്സിന്റെ എനർജീസ് ഉണ്ട്. 7 ഓഫ് കപ്സ് വീണ്ടും നമുക്കിവിടെ വന്നിട്ടുണ്ട്. 7 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ 7 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. 9 ഓഫ് കപ്സ്, വീണ്ടും കപ്സിന്റെ എനർജീസ് വരുന്നുണ്ട്. ഓക്കെ, 8 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. 3 ഓഫ് വാൻസ്, പിന്നെ നമുക്ക് വരുന്നൊരു കാർഡ് ജസ്റ്റിസ് കാർഡാണ്. ഓക്കെ, ജസ്റ്റിസ് കാർഡ്, ദ മൂൺ കാർഡ്. ഓക്കെ, 5 ഓഫ് പെൻറ്റക്കിൾസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ ദ ഹെറോഫൻ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് വരുന്ന കാർഡാണെങ്കിലും 10 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സത്യസന്ധമായി സ്നേഹിച്ചിരുന്നോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ പറ്റിച്ചിട്ട് പോയതാണോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കാർഡുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയ ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ എനർജിയാണ് നമുക്കിവിടെ കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, അതുപോലെ നൈറ്റ് ഓഫ് വാൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും തുടക്കത്തിൽ വളരെയധികം ഒരു ശരിയായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ആകർഷണം നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് അവർ വന്നിട്ടുള്ളത്. അത് വളരെ ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെയായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നൈറ്റ് ഓഫ് കപ്സ് വരുമ്പോഴത്തേക്കും വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സുകൾ നിങ്ങളോട് ഉണ്ടായിരുന്നു. അതൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിച്ച കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റി. കുറേ കാര്യങ്ങളൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ടും പറ്റിയിട്ടില്ല. എന്നാലും ഇത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നിങ്ങളുടെ പേഴ്സണുള്ളത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഏസ് ഓഫ് വാൻസിന്റെ ഒരു എനർജി നമുക്കിവിടെ വരുന്നുണ്ട്. ഏസ് ഓഫ് വാൻസിന്റെ എനർജി വരുമ്പോൾ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു നിങ്ങളോട് ആ ഒരു തുടക്ക സമയത്തിൽ വളരെയധികം ഒരു ആവേശത്തോടുകൂടിയ ഒരു എക്സൈറ്റ്മെന്റോടുകൂടി ഒരു സ്നേഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയായിരുന്നു. നല്ലൊരു സ്നേഹം, ആത്മാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. ഏസ് ഓഫ് വാൻസ് ഒരു ഫയർ എനർജിയാണ്. അതായത് സ്നേഹം പൂർണ്ണമായിട്ടും ഫേക്ക് ആയിരുന്നില്ല എന്നാണ് നമുക്ക് ഇതെന്ന് പറഞ്ഞു വെക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്താണ് ഒരു കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 7 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. 7 ഓഫ് കപ്സിന്റെ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാർഡ് പിന്നെ നമുക്ക് മൂൺ കാർഡ് ഉണ്ട്. മൂൺ കാർഡ്, ഈ 2 കാർഡുകളാണ് ഇവിടെ പ്രശ്നമുള്ളത്. ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് തന്നെ അവരുടെ ഫീലിങ്സിന് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് തന്നെ മൂൺ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ കാർഡാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം അവർക്ക് ശരിക്കും നിങ്ങളോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് എന്ത് തരത്തിലുള്ള സ്നേഹമാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ട്, ഇതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല അതിനെക്കുറിച്ചൊന്നും.
അത് നിങ്ങളെ ഒരു ലൈഫിൽ കണ്ടുമുട്ടി ഒരു ആവേശത്തോടുകൂടി ഇഷ്ടപ്പെട്ടു അതിങ്ങനെ കൊണ്ടുപോകുന്നു. അല്ലാതെ ഒരു യഥാർത്ഥമായിട്ടൊരു സ്നേഹമോ ലോങ് ടൈം ആയിട്ട് കൊണ്ടുപോകാൻ എന്ന് വിചാരിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും അവർ അതിനെക്കുറിച്ചൊന്നും അവർ ചെയ്തിട്ടില്ല, ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് തന്നെ അവരുടെ ഫീലിങ്സിൽ ഒരു ക്ലാരിറ്റികളില്ലായിരുന്നു. ചിലപ്പോൾ നിങ്ങളെ ഒരു സ്വപ്നം കണ്ടതുപോലെയാണ് അവർ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വളരെ സ്നേഹത്തോടെ അതിങ്ങനെ പോയി അത് ഒരു സ്വപ്നം കണ്ടെഴുന്നേറ്റതുപോലെ അങ്ങനെ അവരൊട്ടും പ്രതീക്ഷിക്കാതെ വന്നു പോയ ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ അവർ, അതായത് ശരിക്കും അതിലൊരു സ്റ്റെബിലിറ്റി അവർ ആ റിലേഷൻഷിപ്പിൽ കണ്ടിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പലപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നാം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സൺ ആണ്, വളരെ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ എന്നെ ഒരു കറിവേപ്പില പോലെയാണ് ആ വ്യക്തി കണ്ടിട്ടുള്ളത്, എന്നെ വെറുതെ യൂസ് ചെയ്ത് കളഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. പലപ്പോഴും എൻ്റെ ഫീലിങ്സുകൾ ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെയാണോ അല്ലെങ്കിൽ മനസ്സിലായില്ലയോ എന്ന് അങ്ങനെ ഒരു ക്ലാരിറ്റി തരാത്തതുകൊണ്ട് നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. അപ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ എവിടേക്കോ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു വ്യക്തിയെന്ന് നിങ്ങളും വിചാരിച്ച് ആ ഒരു രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് കാണാനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ 7 ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. 7 ഓഫ് വാൻസിന്റെ ഒരു കാർഡുണ്ട്, അതുപോലെ 9 ഓഫ് വാൻസിന്റെ കാർഡ് വന്നിട്ടുണ്ട്. ഈ 2 കാർഡുകൾ അടുത്തടുത്ത് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ 8 ഓഫ് സോർഡ്സ്, 3 കാർഡുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 2 വാൻസിന്റെ കാർഡും അതുപോലെ തന്നെ ഒരു സോർഡ്സിന്റെ കാർഡും വന്നിട്ടുണ്ട്. ഇതാണ് പ്രശ്നങ്ങൾ, ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇവിടെയാണ്. അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒത്തിരി ഓവർ തിങ്കിങ് ഉള്ള ഒരു പേഴ്സൺ ആണെന്നാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓവർ തിങ്കിങ്, പല കാര്യങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം എന്തെങ്കിലും ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓവർ തിങ്കിങ് ചെയ്ത് നെഗറ്റീവായ തിങ്കിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ട്. അപ്പം ഈ 2 കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ അങ്ങനെയുള്ള പേഴ്സൺസിന്റെ മനസ്സിലേക്ക് വരുന്ന പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷൻസ് ബ്ലോക്ക് ആകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇമോഷൻസ് ബ്ലോക്ക് ആകുന്ന സമയത്ത് അവർ ആരുമായിട്ടാണ് റിലേഷൻഷിപ്പിലുള്ളത് ആ ഒരു പേഴ്സൺസിന് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അതായത് ഒരു സ്നേഹത്തിന്റെ ഫ്ലോ കുറയും. അവർക്ക് സ്നേഹമുണ്ട്, പക്ഷെ ഒരു ഫ്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അവിടെ ഒരു ഇമോഷണൽ ബ്ലോക്ക് വരും, ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വരും. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. പലപ്പോഴും ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരും, എന്നിട്ട് ആ ഒരു ഫ്ലോയിൽ നിന്ന് അവർ ഇറങ്ങി അങ്ങ് പോകുന്നു, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ ഒത്തിരി നാൾ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പൊ ഇപ്പോഴും അതുപോലെ തന്നെ ഒരു നല്ല സ്നേഹത്തിൽ വന്നതിന് ശേഷം അത് വീണ്ടും ഒരു ഓഫിലേക്ക് പോയിട്ടുണ്ടാകാം. അതായത് ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് വരുന്നു, നല്ല സ്നേഹത്തിൽ പോകുന്നു, കുറച്ചു നാൾ അങ്ങനെ നല്ല ഫ്ലോയിൽ പോകുന്നു, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, അതിനുശേഷം ഒരു പ്രശ്നം വരുന്നു. അപ്പോൾ വീണ്ടും ഒരു ബ്രേക്കപ്പിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാതൊരു വിധത്തിലും പിടിതരാത്തൊരു പേഴ്സൺ ആണ്. ബ്രേക്കപ്പും അല്ല, എന്നാ നോ കോണ്ടാക്ട് അല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ, പക്ഷെ സ്മൂത്ത് ആയിട്ട് പോകുന്നു അതുമില്ല. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ വരുത്തും. അതിനുശേഷം വീണ്ടും ഒരു പിന്നെയും വളരെ സ്നേഹത്തോടെ വീണ്ടും വീണ്ടും അടുത്ത് വന്ന് നല്ല സ്നേഹം. അപ്പൊ ശരിക്കും നമ്മൾ പറഞ്ഞ ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിൽ ഇങ്ങനെ പോകും. അങ്ങനെ ഒത്തിരി പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആകാനാണ് ചാൻസ്. അപ്പൊ ഇവിടെ നമുക്ക് പിന്നെ ജസ്റ്റിസ് കാർഡും അതുപോലെ ഹെറോഫൻ കാർഡും വന്നിട്ടുണ്ട്. ഈ 2 കാർഡുകൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ പൂർണ്ണമായിട്ട് നിങ്ങളെ പറ്റിക്കാനായിട്ട് വഞ്ചിക്കാനായിട്ട് വന്ന വ്യക്തികളല്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ഈ ഒരു പേഴ്സൺ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് ചിലപ്പോൾ ചിലർക്കാണെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ആ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റാതെ വരും. ചിലർക്കാണെങ്കിൽ ഫാമിലി സമ്മതിക്കാതെയൊക്കെ വരുമ്പോൾ അവർക്കത് ഡ്രോപ്പ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അതുപോലെ പലർക്കും പല സിറ്റുവേഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് കാരണവും അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റിയുടെ കുറവ് മൂലവും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റാതെ പോയി എന്നാണ് കാണുന്നത്. അവർ പൂർണ്ണമായിട്ടും നിങ്ങളെ സ്നേഹിക്കാതിരുന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല, വഞ്ചിക്കാൻ വേണ്ടി വന്നൊരു വ്യക്തിയല്ല എന്നാണ് നമുക്ക് ഈ ഒരു ജസ്റ്റിസ് കാർഡും ഹെറോഫൻ കാർഡും ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് പറയാനായിട്ട് വരും. പിന്നെ നമുക്കിവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 3 ഓഫ് വാൻസിന്റെ ഒരു കാർഡും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്ന ആ ഒരു വേദനയും അതുപോലെ തന്നെ ഒറ്റപ്പെടലും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ആ ഒരു പേഴ്സണും ഈ ഒരു വേദനയും ഒറ്റപ്പെടലും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കൈവശമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം അത് മാത്രമാണ്. കുറേയേറെ വേദനകളും ഒറ്റപ്പെടലുകളും മാത്രമാണ് പലപ്പോഴും നിങ്ങൾ. അതിനിടയ്ക്ക് എപ്പോഴേക്കും ഒരു സ്നേഹിച്ചു അല്ലെങ്കിൽ സ്നേഹത്തോടെ ഇരുന്നു സന്തോഷത്തോടെ ഇരുന്ന സമയങ്ങളൊക്കെ കുറച്ചുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൈമുതലായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേയേറെ വേദനകളും ഒറ്റപ്പെടലുകളും മാത്രമാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അതേപോലെയുള്ള ഒറ്റപ്പെടലുകളും വേദനകളും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ 3 of Wands വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇനി മുന്നോട്ട് പോകും, നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു 3 of Wandsന്റെ എനർജിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. ആ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പേഴ്സണാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. അപ്പോൾ നല്ലൊരു സക്സസ്, നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ലൈഫ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു, പക്ഷെ അതൊരു സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ മച്ചുവർ ആയിട്ടുള്ള ഒരു സ്നേഹമായിരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്. അപ്പം സത്യസന്ധമായ ഫീലിങ്സുകൾ അവർക്ക് നിങ്ങളോടുണ്ടായിരുന്നു, പക്ഷെ അത് നന്നായി നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇനി അവര് തിരിച്ചു വരുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു വരാനുള്ള സാധ്യതകൾ നമുക്കിവിടെ പറഞ്ഞു തരുന്ന കാർഡുകൾ 3 of Wandsന്റെ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്, അതുപോലെ Knight of Cupsന്റെ ഒരു കാർഡ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ഒരു എനർജി ദ മൂൺ കാർഡ്. ഈ 3 കാർഡുകൾ വെച്ച് നോക്കാം. ഈ 3 of Wands എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് കഴിഞ്ഞ് വീണ്ടും കോണ്ടാക്ട് വരാനുള്ള ചാൻസ് ആണ് നമുക്കിവിടെ 3 of Wands പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി Knight of Cupsന്റെ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ വീണ്ടും ഇമോഷൻസ് കൊണ്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ അവര് വളരെയധികം സ്നേഹത്തോടെ ആ ഒരു ആത്മാർത്ഥതയോടെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസ്, അതായത് ഇമോഷൻസ്, ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരും, പാസ്റ്റിലെ ഓർമ്മകളൊക്കെ കടന്നു വരുന്ന സമയത്ത് ആ ഒരു അർജ് ഉണ്ടാകുകയും വീണ്ടും വളരെയധികം ഇമോഷൻസോടുകൂടി നിങ്ങളിലേക്ക് വരികയും ചെയ്യുമെന്നാണ് Knight of Cups നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ രണ്ട് കാർഡുകളിൽ വരാനുള്ള ചാൻസസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ദ മൂൺ കാർഡ് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇത് എന്തായിരുന്നു, ഞാനിപ്പോ ശരിക്കും സ്വപ്നത്തിലായിരുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട ഒന്നായിരുന്നു എന്താണെന്നുള്ള ഒന്നും മനസ്സിലാതെയാണ് അവർ റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഈ ഓഫിലേക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി വേണം. ഓക്കെ, നമ്മൾ ഇപ്പൊ പോകുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ക്ലാരിറ്റി വേണം എന്ന് ചോദിച്ചുകൊണ്ട് അവർ കംബാക്ക് ചെയ്യുന്നതായിട്ട് ഒരു എനർജിയാണ് ദ മൂൺ കാർഡിൽ നമുക്ക് പറയാനായിട്ട്. അപ്പൊ അതായത് അവര് തിരിച്ചു വരാനായിട്ട് ചാൻസസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കണം, ഇതൊരു ക്ലിയർ ഇന്റൻഷൻ കൊണ്ടല്ല. ശരി, ചിലപ്പോൾ കൺഫ്യൂഷൻസ് കൊണ്ടും വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വീണ്ടും ഒരു സെയിം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ വീണ്ടും ഒരു സെയിം പാറ്റേണിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകും. ഇപ്പൊ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ളത് അത് വീണ്ടും റിപ്പീറ്റ് ആകാനുള്ള ചാൻസസ് വരും എന്നുള്ളത് കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ അവർ തിരിച്ചു വന്നാലും കൺഫ്യൂഷൻസ് ഉണ്ടാകും. നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും വീണ്ടും അവർ ഓവർ തിങ്ക് ചെയ്യും. ഇമോഷണൽ ബ്ലോക്ക്സ് ഉണ്ടാകും. അതായത് കംബാക്ക് ഉണ്ടാകുമെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഉറപ്പില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് എങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ജസ്റ്റിസ് കാർഡും ഹെറോഫൻ കാർഡും പറഞ്ഞു തരുന്നുണ്ട്. ഈ 2 കാർഡുകൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങളൊരു സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് ഈ 2 കാർഡുകൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് എന്താണോ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണം. അല്ലാതെ മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കരുത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഡിസേർവ് ആയിട്ട് ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് വേണ്ടത് എന്താണ്, ക്ലിയർ ആൻഡ് ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അത് ഈ ഒരു പേഴ്സൺ തരുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കുക. പിന്നെ നമ്മളിപ്പോ ഒരു കാര്യം നമ്മൾ വളരെ പ്രീഷ്യസ് ആയിട്ട് കൊണ്ടിടക്കാണ് നമ്മുടെ മനസ്സിനുള്ളിൽ. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ സ്നേഹത്തോടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി കരുതലും കെയറും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്, കൈവെള്ളയുടെ ഉള്ളിൽ വെച്ച് കൊണ്ടെടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ, ഈ ഒരു സിറ്റുവേഷൻ എന്തുമായിക്കോട്ടെ, ആ ഒരു തിങ് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നു, നമ്മളെ ഹേർട്ട് ചെയ്യുന്നു എങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും മുറുക്കെ പിടിച്ച് നമ്മളത് ഹോൾഡ് ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ജീവിതകാലം മുഴുവന് നമ്മളത് ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പ്രീഷ്യസ് ആയിട്ട് നമ്മൾ കൊണ്ടെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ
നമ്മളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. എന്താണ് ഇത് വിട്ടുകളയണോ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ഒരു വേദന ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഓരോരുത്തരും പേഴ്സണലി അവർ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേദന ഉണ്ടാക്കുന്ന എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, പേഴ്സൺ ആയിക്കോട്ടെ, ആരാണെങ്കിലും അത് വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ ഹാപ്പി ആകുന്നത് എവിടെയാണോ അവിടേക്ക് പോവുക എന്നുള്ളതാണ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറീസ് വെക്കണം എന്നുള്ള. അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ റിയൽ ഇന്റൻഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കണം നിങ്ങൾ. അത് ക്ലിയർ ആയിട്ട് അവരോട് ഡയറക്റ്റ് ആയിട്ട് ഒരു പൊളൈറ്റ് വേയിൽ ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക, ഒരു ക്ലാരിറ്റി നേടിയെടുക്കുക. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അവര് മുൻപ് അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതേ മിസ്റ്റേക്ക് വീണ്ടും അവരെ ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കരുത്, ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ ഒരിക്കലും ഒരു ദിവസം പോലും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പം ഫൈനൽ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അവർ വരും, പക്ഷെ മാറാതെയാണ് ഒരു മനസ്സിനും ബിഹേവിയറിനും ഒന്നും ഒരു മാറ്റം വരാതെയാണ് അവർ വരുന്നതെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതില്ല. ഇനി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വരുന്നത് മാത്രം നോക്കി അങ്ങനെ ഇരിക്കരുത്, അല്ലെങ്കിൽ അയ്യോ അവർ തിരിച്ചു വരുന്നുണ്ടല്ലോ എന്ന രീതിയിൽ മാത്രം ചിന്തിക്കരുത്. അവര് എങ്ങനെ വരുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടാണ് അവർ മുന്നോട്ട് വരുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു പേഴ്സണെ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇനി അവർ ഒരു ചേഞ്ചസും ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് തന്നെ ഡയറക്റ്റ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്ട് തന്നെയാണ്. സെൽഫ് റെസ്പെക്ട് ആണ്. നിങ്ങൾ എന്ത് ഡിസർവ് ചെയ്യുന്നു എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ശരിക്കും എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടും ക്ലാരിറ്റിയോട് കൂടിയ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം മാത്രമാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഈ ഒരു പേഴ്സണിൽ നിന്ന്. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിങ്ങൾക്ക് അത് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇഷ്ടമുള്ളതും സ്നേഹമുള്ളതും ഒരു കാര്യം നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമ്മൾ അത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അത് വിട്ടുകളയുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ്. ഷോർട്ട് ഹെയർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഐസ്ക്രീം ലവർ, ഐസ്ക്രീം ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 56 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 25 കിട്ടുന്നുണ്ട്. റെയിൻബോ സയൻസ് ഒക്കെ ഈ ഒരു സമയത്ത് റെയിൻബോ സയൻസ് ഒക്കെ ഒത്തിരി കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലെറ്റർ L നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 29 കിട്ടുന്നുണ്ട്. മെസ്സി ഹെയർ സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മെസ്സി ഹെയർ സ്റ്റൈലുള്ള വ്യക്തിയായിരിക്കും. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവിളിൽ മറുകളുള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, എൻകറേജസ് യു എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെക് പരമായ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ഈ കണ്ണൂർ ജില്ലയ്ക്ക് നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടാകാമെന്ന് വിചാരിക്കുന്നു. നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 32 റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ Z നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ്, ഈ ഒരു റിലേഷൻഷിപ്പിനും ഫ്ലവേഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡ്രോയിങ് ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ട്രൂ ലവ്, ഓക്കെ, 6 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്. സ്പിരിച്വൽ പാത്ത്, ഈ ഒരു സമയത്ത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ സ്പിരിച്വൽ പാത്ത് ഒക്കെ ചൂസ് ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക.